പൂരാഘോഷത്തിന് തുടക്കം കുറിച്ച് വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളും ദേവസ്ഥാനങ്ങളും പൂടൽ ചടങ്ങും പൂരക്കളിയും ക്ഷേത്രാങ്കണങ്ങളിൽ തുടങ്ങി. ശിവകോപത്താൽ ചാമ്പലായ കാമദേവന്റെ പുനർജനിക്കായുള്ള ആരാധനയാണ് വടക്കൻ മണ്ണിലെ പൂരോത്സവം. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരനക്ഷത്രം വരെയുള്ള 9 ദിവസങ്ങളിൽ ബാലികമാരുടെ പൂവിടൽ ചടങ്ങും പൂരക്കളിയും ക്ഷേത്രങ്ങളിലും തറവാടുകളിലും പ്രധാനമാണ്. ഗ്രാമവിശുദ്ധിയും പാരമ്പര്യ ചടങ്ങുകളും കൊണ്ട് സമ്പന്നമാണ് പൂരാഘോഷം. പന്തലിൽ പൊന്നുവെക്കൽ ചടങ്ങോടെ പൂരക്കളി ആചാര്യന്മാരായ പണിക്കന്മാരുടെ നേതൃത്വത്തിൽ ബാല്യക്കാർ പൂരക്കളി തുടങ്ങുന്നു. നാരായണ സ്തുതികളോടെ ശ്രീകൃഷ്ണന്റെ ബാലലീലകളും രാമായണവും പാടിക്കളിക്കുന്നു. പൂരോത്സവ ചടങ്ങുകൾക്ക് പ്രസിദ്ധമാണ് ചെറുവത്തൂർ നെല്ലിക്കാതുരുത്തി നിലമംഗലം ഭഗവതി കഴകം, പിലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രം, നീലേശ്വരം മന്നംപുറത്തുകാവ്, കാഞ്ഞങ്ങാട് നിലാങ്കര, കുതിരക്കാളിയമ്മ ദേവസ്ഥാനം തുടങ്ങിയ ക്ഷേത്രങ്ങൾ. ശിവന്റെ തപസ്സിളക്കാൻ ശ്രമിച്ചതായ കാമദേവനെ ശിവൻ തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കുകയും തുടർന്ന് ലോകത്ത് കാമനില്ലാത്ത ഒരു അവസ്ഥ സംജാതമാവുകയും അതേ തുടർന്ന് ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പോൾ അതിനൊരു പരിഹാരമെന്നോണം ശിവൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം കാമദേവനെ പൂജിച്ചുകൊണ്ട് 18 അപ്സര സ്ത്രീകളും മറ്റ് സ്ത്രീകളുമൊക്കെ ചേർന്നുകൊണ്ട് 18 തരത്തിൽ ആടിക്കളിച്ച ഒരു കളിയാണ് പൂരക്കളി എന്ന് പറയുന്നത്. ശംഭുപ്രിയാമംബിക ചെമ്പകപ്പൂവ്, നരയൻപൂവ്, ക്ലീനിപ്പൂവ്, എരിക്കിൻ പൂവ് എന്നിവയാണ് പൂവിടൽ ചടങ്ങിനായി ഉപയോഗിക്കുന്നത്. സമാപന ദിവസം വീടുകളിൽ പൂക്കൾ കൊണ്ട് കാമരൂപം തീർക്കും. വിഗ്രഹങ്ങളും തിരുവായുധങ്ങളും കുളങ്ങളിൽ ആറാടിക്കുന്ന പൂരംകുളി ചടങ്ങോടെയാണ് സമാപനം. അമൃത ന്യൂസ്, കാസർഗോഡ്.